നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റാണ്. ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതിൽ ഫസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എവല്യൂഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. 3 കൺസെപ്റ്റുകളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണാമം എന്നർത്ഥം. പ്രകൃതിദത്തമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വലുതാവുന്നതിനെയാണ് പരിണാമം എന്ന് പറയാം. ഒരു വിത്ത് മുളച്ച് ചെടിയായി മാറുന്നത്, ഒരു ശിശു ഒരു വലിയ മനുഷ്യനായി മാറുന്നത് ഒക്കെ പരിണാമത്തിന് ഉദാഹരണമാണ്. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വികസനത്തിലേക്കുള്ള യാത്രയ്ക്കാണെന്ന് പറയും. വികസനത്തിനാണ് പ്രോഗ്രസ് എന്ന് പറയാം. ഒരു പോസിറ്റീവായ ലക്ഷ്യത്തിലേക്ക് വളർന്നു പോകുന്നതിന് പ്രോഗ്രസ് എന്ന് പറയും. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വികസനം. ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഈ പുസ്തകം മൊത്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മൾ ഈ പുസ്തകം മൊത്തമായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് സാമൂഹിക വശമുണ്ട്, സാംസ്കാരിക വശമുണ്ട്, സാമ്പത്തിക വശമുണ്ട്. എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ പുസ്തകത്തിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ മീനിങ് നമുക്ക് ലാസ്റ്റ് പറയാം. ഓരോ പാഠത്തിലൂടെയും കടന്നു പോയതിനു ശേഷം ലാസ്റ്റ് നമുക്ക് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയാം. ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറികളുണ്ട്. വികസനം പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നു. ഫസ്റ്റ് തിയറി അഗസ്റ്റേ കോംറ്റെയുടെ തിയറിയാണ്. അഗസ്റ്റേ കോംറ്റെ പറയുന്നത് ഇദ്ദേഹം സമൂഹത്തിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മളെന്താ പറഞ്ഞത്, തിയോളജിക്കൽ സ്റ്റേജ് ആണ്. രണ്ടാമത്തത് മെറ്റാഫിസിക്കൽ സ്റ്റേജ്, മൂന്നാമത്തെ പോസിറ്റീവ് സ്റ്റേജ്. തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സമൂഹം ഒരു കാലത്ത്, ഏറ്റവും പഴയ കാലത്ത് സമൂഹം എന്തിനും ഏതിനും റിലീജിയൻ്റെ ബേസിലായിരുന്നു ഡിസിഷൻ എടുത്തിരുന്നത്. ജനനം, മരണം, വിവാഹം ഒക്കെ റിലീജിയൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടം മെറ്റാഫിസിക്കൽ സ്റ്റേജ്. ഈ കാലഘട്ടത്തിൽ ഊഹം, സ്പെക്കുലേഷൻ ഇതിനൊക്കെയായിരുന്നു പ്രാധാന്യം നൽകിയത്. ഇതിൻ്റെ ബേസിലായിരുന്നു ആളുകൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഡിസിഷനും എടുത്തിരുന്നത്. പിന്നെ മൂന്നാമത്തെ ഘട്ടം പോസിറ്റിവിസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റേജ്. ഈ കാലഘട്ടത്തിൽ ആളുകൾ ശാസ്ത്രത്തിൻ്റെ, അതായത് ഇന്നത്തെ സമൂഹം ശാസ്ത്രത്തിൻ്റെ ബേസിലാണത് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. ഇതാണ് അഗസ്റ്റേ കോംറ്റെയുടെ തിയറി. ഇനി അടുത്തതായിട്ട് നമുക്ക് കാൾ മാർക്സിൻ്റെ തിയറി പറയാം. കാൾ മാർക്സ് പറഞ്ഞത് സമൂഹം 6 ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് കടന്നു പോവുക എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഘട്ടം പ്രിമിറ്റീവ് കമ്മ്യൂണിസം, അടുത്തത് ആൻഷ്യൻ സൊസൈറ്റി, പിന്നെ ഫ്യൂഡലിസം, പിന്നെ ക്യാപിറ്റലിസം, പിന്നെ സോഷ്യലിസം, പിന്നെ കമ്മ്യൂണിസം. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ തിയറി പഠിച്ച സമയത്ത് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഹെർബർട്ട് സ്പെൻസറിനെ കുറിച്ചാണ്. ഹെർബർട്ട് സ്പെൻസർ ഇദ്ദേഹം 4 തരത്തിലുള്ള 4 സ്റ്റേജസിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് സിമ്പിൾ സൊസൈറ്റി, അടുത്തത് കോമ്പൗണ്ട് സൊസൈറ്റി, ഡബിളി കോമ്പൗണ്ട് സൊസൈറ്റി, ട്രിപ്പിളി കോമ്പൗണ്ട് സൊസൈറ്റി. ഇങ്ങനെ സൊസൈറ്റികളെ അദ്ദേഹം 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാഠത്തിൽ പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിരുന്നു, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതിൻ്റെ ഭാഗമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കണ്ടെത്തുകയും അത് ഓരോ രാജ്യത്തിലുള്ള സാമൂഹ്യ വികസനത്തിന് വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും ചെയ്തു. അതിനെക്കുറിച്ച് നമുക്കൊരു പാഠം തന്നെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇതിൽ പറഞ്ഞ ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. രണ്ടാമത്തെ യൂണിറ്റ് ചേഞ്ച്, മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മോഡേണൈസേഷൻ? സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരികമായിട്ടോ സംസ്കാരത്തിൽ വരുന്നതോ സാമൂഹിക ബന്ധത്തിൽ വരുന്നതോ ഒരു സാമൂഹിക സ്ഥാപനത്തിലോ വരുന്നതോ ആയ മാറ്റത്തിനെയാണ് എന്ത് പറയാം, ചേഞ്ച് എന്ന് പറയാം. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ പഴയകാല ട്രഡീഷണൽ സമൂഹത്തിൽ നിന്ന് പുതിയ കാല ഇൻഡസ്ട്രിയൽ സമൂഹത്തിലേക്കുള്ള വികസനത്തിനെയാണ് എന്ത് പറയാം, മോഡേണൈസേഷൻ എന്ന് പറയും. ഓക്കെ, ഈ സാമൂഹിക വികസനത്തിന് വിവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, സംസ്കാരം ഒരു കാരണമാവാം. പുതിയ സംസ്കാരം എന്ത് ചെയ്യും, വികസനത്തിന് കാരണമാവും. പുതിയ ആശയങ്ങൾ, സാമൂഹികമായ സംഘർഷം, ജനസംഖ്യ വളർച്ച, കുടിയേറ്റം, ഇതൊക്കെ ഇതിന് കാരണം. പിന്നെ അതുപോലെ തന്നെ സാമൂഹിക പ്രക്ഷോഭങ്ങൾ, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ എന്തിന് കാരണമാവും, സോഷ്യൽ ചേഞ്ചിന് കാരണമാവും. ഓക്കെ, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് കാരണമാവും.
മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മോഡേണൈസേഷൻ എന്ന പരമ്പരാഗത സമൂഹത്തിൽ നിന്ന് ആധുനിക സമൂഹത്തിലേക്കുള്ള വളർച്ചയ്ക്കാണ് എന്ത് പറയാം, മോഡേണൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി റോസ്റ്റോൻ്റെ ഒരു തിയറി പറയുന്നത് എന്താ വെച്ചാൽ വളർച്ചയ്ക്ക് 5 ഘട്ടങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റിയാണ്. ട്രഡീഷണൽ സൊസൈറ്റീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാങ്കേതിക വിദ്യയൊന്നുമില്ല, അടിസ്ഥാനപരമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന സമൂഹമാണ്. അടുത്ത സമൂഹം ദ പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ്. ഈ കാലഘട്ടത്തിൽ എന്തുണ്ടാവും, ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാവും, വിദ്യാഭ്യാസ മേഖല വളരും, ബാങ്കിങ് സെക്ടർ വളരും, അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗവൺമെൻറ് പണം നിക്ഷേപിക്കാൻ തുടങ്ങും. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ദ ടേക്ക് ഓഫ് സ്റ്റേജിൽ വ്യവസായം വീണ്ടും വളരും, കൃഷി എന്ത് ചെയ്യും, കാർഷിക മേഖല കച്ചവടവൽക്കരിക്കപ്പെടും, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും എന്ത് ചെയ്യും, വളർച്ച ഉണ്ടാവും ടേക്ക് ഓഫ് സ്റ്റേജിൽ. നാലാമത്തെ സ്റ്റേജിൽ ഡ്രൈവ് ടു മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മോഡേൺ സാങ്കേതിക വിദ്യ കുറച്ചുകൂടെ എന്ത് ചെയ്യും, വിശാലമാവും, ദേശീയ വരുമാനം വർദ്ധിക്കും, രാജ്യം എന്ത് ചെയ്യും, ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായി വളരാൻ തുടങ്ങും. ഇതാണ് നാലാമത്തെ ഘട്ടം. അഞ്ചാമത്തെ ഘട്ടം ഏജ് ഓഫ് ഹൈ മാസ് കൺസ്യൂംഷൻ. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, ഉൽപാദനം മാത്രമല്ല ഉപഭോഗവും തുടങ്ങും. കാറ്, റെഫ്രിജറേറ്റേഴ്സ് ഇങ്ങനെ ഉള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യും, ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യും. ഇങ്ങനെ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോയാണ് ഒരു സമൂഹത്തിന് ഗ്രോത്ത് ഉണ്ടാവുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്രിറ്റിസിസവും പറയുന്നുണ്ട്. ക്രിറ്റിസിസം പറയുന്നത് ഡിപ്പെൻഡൻസി തിയറിയാണ്. ക്രിറ്റിസിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം പറയുന്നത്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എന്ത് ചെയ്യും, ഈ പരമ്പരാഗത സമൂഹം എപ്പോഴും എന്ത് ചെയ്യും, അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആയിട്ട് നിലനിൽക്കും. ആർഗ്യൂ ദ റിച്ച് മെട്രോപോളിസ് കൺട്രീസ് ആക്റ്റീവ്ലി കീപ് പുവർ സ്റ്റാറ്റലൈസ്ഡ് കൺട്രീസ് അണ്ടർ ഡെവലപ്ഡ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ നഗരങ്ങൾ, വലിയ രാജ്യങ്ങൾ എപ്പോഴും ചെറിയ രാജ്യങ്ങളെ അവരെ കീഴിലൊതുക്കുകയും അവരുടെ റിസോഴ്സസും തൊഴിലാളികളെയും ചൂഷണം ചെയ്യുകയും ചെയ്യും എന്നാണ് ഡിപ്പെൻഡൻസി തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയറി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റെഫർ ചെയ്യാം. അടുത്ത ടോപ്പിക്ക്, അടുത്ത യൂണിറ്റ്, യൂണിറ്റ് 3 സോഷ്യൽ ഹ്യൂമൻ ജെൻഡർ ഡെവലപ്മെൻറ്റ്. ഇതാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പേഴ്സ്പെക്റ്റീവാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ, മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വികസനത്തിനെയാണ് എന്ത് പറയാം, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഫുഡ്, ജോലി ഇതൊക്കെ ഉണ്ടാവുക, അതുപോലെ ഇക്വാലിറ്റി ഉണ്ടാവുക, ഗവൺമെൻറ്റിലും വിദ്യാഭ്യാസത്തിലും എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാവുക, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, ജെൻഡർ ഡെവലപ്മെൻറ്റ്. ജെൻഡർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈക്വൽ ആയിട്ടുള്ള വളർച്ചയ്ക്കുള്ള അവസരം ഉണ്ടായാൽ മാത്രമേ ജെൻഡർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവൂ. ജെൻഡർ ഡെവലപ്മെൻറ്റ് ജെൻഡർ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രം എന്തുള്ളൂ, സാമൂഹിക വികസനം ഉണ്ടാവുള്ളൂ എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ജെൻഡർ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇമ്പാക്റ്റ്, ഈ ഡെവലപ്മെൻറ്റ് സ്ത്രീകളെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഡബിൾ ബേർഡൻ ഉണ്ടാവുന്നു എന്ന് ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നു. അതായത് അവർക്ക് ജോലിക്ക് പോകാൻ അവസരം ലഭിക്കുന്നു സ്ത്രീകൾക്ക്, പക്ഷേ വീട്ടിലെ ജോലി കൂടി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ വീട്ടിലെ ജോലിയും വർക്ക് പ്ലേസിലെ ജോലിയും കൂടെ ഡബിൾ ബേർഡൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന ഒരു അഭിപ്രായം ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ട്. അതേപോലെ അതുപോലെ തന്നെ ഫെമിനൈസേഷൻ ഓഫ് ലേബർ, ഇതൊരു ടെക്നിക്കൽ ടേമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് സ്ത്രീകൾക്ക് കുറഞ്ഞ നിരക്കിൽ സ്വാഭാവികമായിട്ട് പുരുഷന്മാർക്ക് ലഭിക്കുന്ന അത്ര വേജ് കൊടുക്കാതെ കുറഞ്ഞ വേജാണ് കൊടുക്കുക. ഇതുപോലെ തന്നെ സൊസൈറ്റിയിൽ മൊത്തമായിട്ട് ഒരു പ്രതിഭാസം ഉണ്ടാവും, കുറഞ്ഞ വേതനം ലഭിക്കുക എന്നൊരു പ്രതിഭാസം സമൂഹത്തിൽ നിലനിൽക്കും.
എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ടേംസ് പറയുന്നുണ്ട്. അതിലൊന്നാണെന്ത് വുമൺ ഇൻ ഡെവലപ്മെൻറ്റ്. വുമൺ ഇൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ചർച്ച ചെയ്യുന്നത് സ്ത്രീകളെ ഒരു സ്പെസിഫിക് ഗ്രൂപ്പായി കണ്ടുകൊണ്ട് സ്ത്രീകളുടെ വികസനത്തിന് പ്രാധാന്യം നൽകുക എന്നതായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞർ ചെയ്തിരുന്നത്. WID വുമൺ ഇൻ ഡെവലപ്മെൻറ്റ് എന്ന പെർസ്പെക്റ്റീവിലായിരുന്നു അത് ചർച്ച ചെയ്തിരുന്നത്. പിന്നെ അതിൽ ചെറിയ മാറ്റം ഉണ്ടായി. ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് GAD എന്ന പെർസ്പെക്റ്റീവ് വളർന്നു വന്നു. ജെൻഡർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിലുള്ള അസമത്വം, ഇനീക്വാലിറ്റി ഇല്ലാതാക്കുക എന്ന ആശയത്തോടു കൂടിയാണ് GAD എന്ന പെർസ്പെക്റ്റീവ് എന്ത് ചെയ്ത് വളർന്നു വന്നത്. ഇതിലൂടെ വുമൺ എംപവർമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വുമൺ എംപവർമെൻറ്റിലൂടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കുക, സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് നൽകുക, ഇതൊക്കെ ജെൻഡർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചിരുന്നു. ഇതെങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചത്, എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്നൊക്കെ നമുക്ക് അടുത്ത മൊഡ്യൂളുകളിൽ ചർച്ച ചെയ്യാനുണ്ട്. അടുത്ത മൊഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുസ്ഥിര വികസനം എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായ വളർച്ച ആ സമൂഹത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള വളർച്ചയ്ക്ക് കാരണമാവണമെന്നില്ല. സാമ്പത്തികമായ വളർച്ച ഉണ്ടെങ്കിലും ദാരിദ്ര്യവും മലിനീകരണവും എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു രാജ്യത്തിന് ഭാവിക്കോ ഒരു രാജ്യത്തിൻ്റെ പ്രകൃതിക്കോ ആളുകൾക്കോ ദോഷം ചെയ്യാതെയുള്ള ഡെവലപ്മെൻ്റ് ആണെന്ന് സുസ്ഥിര വികസനം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഈ ആശയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരുപാട് കൺവെൻഷൻസ് നടന്നുണ്ട്, പ്രോഗ്രാം നടന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇതിൽ ബോർഡിൽ എഴുതിയിട്ടുള്ള ദ ബ്രുണ്ട്ലാൻഡ് റിപ്പോർട്ട് ഡെഫിനിഷൻ. ഇത് പറയുന്നത് ബ്രുണ്ട്ലാൻഡ് റിപ്പോർട്ട് 1887 അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്തു, ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് പുറത്തിറക്കി. ആ കൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ആശയത്തിന് ഒരു ഡെഫിനിഷനാണ് ഇതിലൂടെ എന്ത് ചെയ്ത് മുന്നോട്ട് വെച്ചത്. ഇത് പറയുന്നത് ഭാവിയിലെ തലമുറയ്ക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ ഉള്ള വികസനമാണ് വേണ്ടത്. ഭാവിയിലെ തലമുറയ്ക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ വികസനം കൊണ്ടുവരണം. ഇതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ആശയമായിട്ട് ഇതിൽ വിശദീകരിക്കുന്നത്. പിന്നെ 1972, 1981, 1987, 92, 2002 ഈ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ആ ഡെഫിനിഷനിൽ 2 കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നീഡ്, ഓരോരുത്തർക്കും ആവശ്യമായത് നിലനിർത്തുക, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രം എടുക്കുക. ലിമിറ്റായ സാധനങ്ങൾ, എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയിലുള്ള കൽക്കരി, ഇങ്ങനെ നശിച്ചു പോകുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുക, ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഭാവിയിലെ തലമുറയ്ക്ക് റിസോഴ്സസ് നിലനിർത്തിക്കൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നതാണ് ബ്രുണ്ട്ലാൻഡ് റിപ്പോർട്ട് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വരാൻ പോകുന്ന സമൂഹത്തിൻ്റെ ആവശ്യത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് വരണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനം വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് കൃത്യമായ ഒരു വ്യാഖ്യാനം ലഭിച്ചിട്ടില്ല. എന്താണ് വികസനം, എന്താണ് റിസോഴ്സസ്, എങ്ങനെ ലിമിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്താണ്, താൽക്കാലികമായി നിലനിൽക്കുന്ന ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, ഇതിനൊരുപാട് സാമൂഹ്യ ശാസ്ത്രജ്ഞർ വിമർശിച്ചിട്ട് കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്. ഇനി മോഡേണൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാശ്ചാത്യ പരമ്പരാഗത സമൂഹത്തിൽ നിന്ന്
പരമ്പരാഗത സമൂഹം മോഡേൺ സമൂഹമായി മാറുന്നതിനെയാണ് എന്ത് പറയാം, മോഡേണൈസേഷൻ എന്ന് പറയാം. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആന്റണി ഗിഡന്റെ ജഗാർനെറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്, ഒരു വലിയ ടൂളാണ്, ഒരു മാസീവ് അൺസ്റ്റോപ്പബിൾ ഫോഴ്സസ് ആണ്. ഇത് എന്തിനെ സഹായിക്കും, സാമൂഹിക മാറ്റത്തിന് സഹായിക്കുന്ന ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ത്, ഈ മോഡേണൈസേഷൻ എന്നാണ് ഇദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ഇയാൾ മുന്നോട്ട് വെച്ച 2 കൺസെപ്റ്റ് ആണെന്ത്, ഒന്ന് ടൈം സ്പേസ് സെപ്പറേഷൻ. പഴയ ഈ സമയം സ്ഥലം എന്നതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഴയ കാലത്ത് ട്രഡീഷൻ എന്തുണ്ട്, സമയം സ്ഥലം എന്നതൊക്കെ ഒരു പ്രത്യേക സ്പേസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സമയം സ്ഥലത്തിനൊക്കെ എന്തില്ല, ഒരു സ്പേസ് ഇല്ല. അതായത് എവിടെയും എന്തും സംഭവിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ഉൽപ്പന്നം നമുക്ക് എവിടെ ചെയ്യാം, അമേരിക്കയിലും വിൽക്കാം. അതിനുള്ള സ്പേസ് സ്ഥലം ഒക്കെ എന്താണ്, ഇപ്പം നമ്മളൊരു സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ട, ഒരു കട തന്നെ വേണ്ട, ഓൺലൈൻ സെയിൽ സൗകര്യമുണ്ട്. അപ്പോൾ സ്പേസ് സമയം ഇതൊക്കെ സെപ്പറേറ്റഡ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, ഇദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ പോസ്റ്റ് മോഡേണിസം എന്ന കൺസെപ്റ്റ് പറഞ്ഞു. പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്, നിലവിലുള്ള മോഡേൺ തോട്ട്സ് ഒക്കെ പരിമിതമാണ്, അതിന് ഒരുപാട് ന്യൂനതകളുണ്ട്. അതുകൊണ്ട് ഒരു സിംഗിൾ ട്രൂത്ത് ആവശ്യമാണ്. അതുകൊണ്ട് നിലവിലുള്ള വികസന രീതികളൊക്കെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ റിജക്റ്റ് ചെയ്യുകയും പുതിയൊരു പോസ്റ്റ് മോഡേൺ പേഴ്സ്പെക്റ്റീവ് വിശദീകരിക്കുകയും ചെയ്തു. ഈ പോസ്റ്റ് മോഡേൺ പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് ഇന്നലെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പിന്നെ അടുത്താണ് യൂണിറ്റ് 6 ലിബറൽ പേഴ്സ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെൻറ്റ്. എന്താണ് ലിബറലിസം? ഇതും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിബറലിസം എന്ന് പറഞ്ഞിട്ട്. ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറലിസം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനാണെന്ന് പറയാം, വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് ലിബറലിസം എന്ന് പറയാം. ഇത് നമ്മൾ ഇന്നലെ ലിബറലിസം പഴയ കാലത്ത് എന്ത് ചെയ്യുന്നു, രാജാവ്, സ്റ്റേറ്റ്, അതോറിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്ത് ചെയ്യും, ഒരു അബ്സല്യൂട്ട് അധികാരം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് രാജാക്കന്മാർക്ക് എന്തുണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു. ആ സമയത്ത് വ്യക്തികൾക്ക് എന്തില്ല, ഇൻഡിവിജ്വൽ ഫ്രീഡം കുറവായിരുന്നു. എന്നാൽ ആധുനിക സമൂഹത്തിൽ, ജനാധിപത്യ സമൂഹത്തിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടായിരുന്നു. ട്രഡീഷണലി പഴയകാല സമൂഹത്തിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം ഇല്ലായിരുന്നു. എന്നാൽ മോഡേൺ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടായിരുന്നു എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നത്. ലിബറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഇൻട്രസ്റ്റിന് കൂടുതൽ പ്രാധാന്യം നൽകും. ഓരോരുത്തർക്കും അവരുടെ ചോയ്സ് ഉണ്ട്. ചോയ്സ് അനുസരിച്ച് തീരുമാനിക്കാം, യുക്തി അനുസരിച്ച് തീരുമാനിക്കാം. അതുപോലെ തന്നെ ലേസസ് ഫെയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. അതിലൂടെ പറയുന്നത് മാർക്കറ്റിന് ഫ്രീ മാർക്കറ്റാണ്, ഗവൺമെൻറ്റിന് കൺട്രോൾ ഇല്ലാത്തൊരു സൊസൈറ്റി ആയി മാറും. ഇതൊക്കെ ലിബറലിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയുന്നുണ്ട്. ഈ ലിബറലിസം എന്ന കൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയായിരുന്നു. ഫസ്റ്റ് ഏർലി ലിബറലിസം. ഏർലി ലിബറലിസം പറയുന്നത് വെച്ചാൽ വളരെ ചുരുങ്ങിയ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം നിലനിർത്തുക എന്നതായിരുന്നു. വ്യക്തിയുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ലിബർട്ടി, പ്രോപ്പർട്ടി ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ജോലി. പിന്നെ അതിനുശേഷം അടുത്ത റൈസ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. ഇത് പിന്നീട് വന്ന JM കെയ്ൻസിൻ്റെ ഒരു തിയറിയാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിനെക്കുറിച്ച് നമ്മൾ +2 ഡിഗ്രിയിലും പഠിച്ചിട്ടുണ്ട്. ഒരു സൊസൈറ്റിയിൽ ഗവൺമെൻറ് നിയന്ത്രിക്കാതെ ക്യാപിറ്റലിസത്തിൻ്റെ കൂടുതൽ നിയന്ത്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡം കുറയും എന്നെന്ത് ചെയ്തു, കെയ്ൻസ് മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഒരു മിനിമൽ നിയന്ത്രണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. പിന്നെ അതിനുശേഷം നിയോ ലിബറലിസം എന്ന് പറഞ്ഞ പുതിയ ആശയത്തിലേക്ക് വീണ്ടും വന്നു. നിയോ ലിബറലിസത്തിൽ വീണ്ടും പറഞ്ഞ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറയ്ക്കുകയും മാർക്കറ്റിൻ്റെ ഇടപെടൽ സ്വതന്ത്രമായിട്ട് മാർക്കറ്റിന്, അതായത് പ്രൈവറ്റൈസേഷന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യണം എന്നതായിരുന്നു. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നത്, ഇന്നലെ നമ്മൾ പഠിച്ച തിയറിയെ അപേക്ഷിച്ച് പുസ്തകത്തെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഫാസ്റ്റിൽ പോകുന്നത് കേട്ടോ.
പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രിറ്റിസിസമുകളുണ്ട്, വിമർശനങ്ങളുണ്ട്. സോഷ്യലിസ്റ്റ് ക്രിട്ടിക്, അതായത് ഫ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അസമത്വം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ അന്റോണിയോ ഗ്രാംഷി പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസം ഒരു മേധാവിത്വം കൊണ്ടുവരും എന്നാണ്. അതുപോലെ ഫൊക്കോൾട്ടും ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? വിമർശിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മാർക്സിയൻ പേഴ്സ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്. കാൾ മാർക്സിനെ കുറിച്ച് ഇന്നലെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാർക്സിയൻ പേഴ്സ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാൾ മാർക്സ് നമ്മൾ പറഞ്ഞതാണ്, അദ്ദേഹം മുതലാളിത്തത്തിന്റെ ഒരു വിമർശകനായിരുന്നു. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ബേസ് ഉണ്ട്. ഇവിടെ നമ്മൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് ആരാണ്? ഇവിടെ ഇദ്ദേഹം എന്ത് പറയുന്നുണ്ട്? രണ്ട് കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. ബേസ് സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും പറയുന്നുണ്ട്. ബേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലോ, പൊളിറ്റിക്സ്, കൾച്ചർ, ഇതൊക്കെ എന്താണ്? സൂപ്പർ സ്ട്രക്ചറാണ്. ബേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എക്കണോമിയാണ്. എക്കണോമി ബേസ് സ്ട്രക്ചറും ബാക്കിയുള്ളതൊക്കെ സൂപ്പർ സ്ട്രക്ചറും. ഇതിൽ പറയുന്നത് സൂപ്പർ സ്ട്രക്ചർ, അതായത് ലോ, പൊളിറ്റിക്സ്, കൾച്ചർ ഒക്കെ നിലനിൽക്കണമെങ്കിൽ ആര് വേണം? ബേസ് സ്ട്രക്ചർ, സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരിക്കണം. അപ്പോൾ സമ്പദ് വ്യവസ്ഥ സ്ട്രോങ് ആയാൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാവുള്ളൂ എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. കാൾ മാർക്സ് ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരു സമൂഹത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ട്. മുതലാളിത്ത സമൂഹത്തിലാണെങ്കിൽ ബൂർഷ്വാസിയും പ്രോലിറ്ററേറ്റും ഉണ്ടാവും. മുതലാളിയും തൊഴിലാളിയും തമ്മിൽ സംഘർഷം ഉണ്ടാവും. മുതലാളി ലാഭത്തിന് വേണ്ടി തൊഴിലാളിയെ ചൂഷണം ചെയ്യും. ഈ ചൂഷണം ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് സർപ്ലസ് വാല്യൂ എന്നാണ് പറയുക. ഈ സർപ്ലസ് വാല്യൂവിലൂടെ എന്ത് ചെയ്യും? മുതലാളി കൂടുതൽ സമ്പന്നനാവുകയും തൊഴിലാളി പാപ്പരാവുകയും ചെയ്യും. അതിന് പാപ്പറൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടേമൊക്കെ ഇയാൾ യൂസ് ചെയ്യുന്നുണ്ട്, കാൾ മാർക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സർപ്ലസ് വാല്യൂയിലൂടെ എന്ത് ചെയ്യും? തൊഴിലാളി പാപ്പരാവുകയും ഡെവലപ്മെന്റ് ഇല്ലാതാവുകയും ചെയ്യും. ഇതിനൊരു പരിഹാരമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്താണ്? റവല്യൂഷനാണ്. റവല്യൂഷനിലൂടെ എന്ത് സംഭവിക്കും? തൊഴിലാളി വിപ്ലവത്തിലൂടെ ഒരു വികസനം കൊണ്ടുവരും എന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇതാണ് കാൾ മാർക്സിന്റെ മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്. നിയോ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകം തിയറി കൂടി ഉണ്ട്. മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഉദാഹരണമായിട്ട് ഇമ്മാനുവൽ വെൽസ്റ്റൺ ഇവർ മുന്നോട്ട് വെച്ച ഒരു തിയറി പറയുന്നത് വെച്ചാൽ സൊസൈറ്റിയെ ഇദ്ദേഹം മൂന്നായിട്ട്, കോർ കൺട്രീസ്, പെരിഫറി കൺട്രീസ്, സെമി പെരിഫറി കൺട്രീസ് എന്ന് പറഞ്ഞ മൂന്ന് ഇതായിട്ട് എന്ത് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തു. ഇതിൽ പെരിഫറി കൺട്രീസ് എപ്പോഴും എക്സ്പ്ലോയിറ്റഡ്, ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗമായിരിക്കും. കോർ കൺട്രീസും സെമി പെരിഫറി കൺട്രീസും എന്ത് ചെയ്യും? പെരിഫറി കൺട്രീസിനെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യും. അതായത് ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തു? മൂന്ന് കാറ്റഗറി ആയിട്ട് വർദ്ധിച്ചു. സമ്പന്ന രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ വികസിക്കാത്ത രാജ്യങ്ങളെ ചൂഷണം ചെയ്യുമെന്നാണ് നിയോ മാർക്സിയൻ വ്യൂവിൽ എന്ത് ചെയ്ത് വേൾഡ് സിസ്റ്റം തിയറി പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തിയറിയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ +2 പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. വളരെ സിമ്പിളാണ്. ഓക്കെ, അടുത്തതാണ് ഗാന്ധിയൻ പേഴ്സ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്. ഗാന്ധിജിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗാന്ധിജി ആരായിരുന്നു നമുക്കറിയാലോ. ഗാന്ധിജിക്ക് എന്ത് ചെയ്യുന്ന, ഗാന്ധിജിയുടെ സത്യാഗ്രഹവും ഉപ്പ് സത്യാഗ്രഹമൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഗാന്ധിജിക്ക് എന്തുണ്ട്? ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരുന്നു, വീക്ഷണം ഉണ്ടായിരുന്നു. സമൂഹം എങ്ങനെയായിരിക്കണം, ഡെവലപ്മെന്റ് എങ്ങനെ വേണം, ഇതിനെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ വീക്ഷണം. അദ്ദേഹം മോറൽ ആൻഡ് സ്പിരിച്വൽ പെർസെപ്ഷനാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതായത് സാമ്പത്തിക വികസനമല്ല വേണ്ടത്, മാനസികമായിട്ടുള്ള വികസനം, ആത്മീയമായിട്ടുള്ള വികസനമാണ് ആളുകൾക്ക് വേണ്ടതെന്നാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. ഇദ്ദേഹം എപ്പോഴും പറഞ്ഞത് എന്താ വെച്ചാൽ സെൽഫ് ഡെവലപ്മെന്റ്, സ്വയം വികസിക്കുന്നതിലൂടെ സമൂഹം വികസിക്കും എന്നാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം. ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ഹൃദയം ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളുടെ വികസനം എന്ത് ചെയ്യണം? ആ കാലഘട്ടത്തിൽ 7 ലക്ഷത്തിലധികം ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളൊക്കെ സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വികസനം ഉണ്ടായിരിക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതിനു വേണ്ടി ഇദ്ദേഹം സ്വദേശി മൂവ്മെന്റ് മുന്നോട്ട് വെച്ചു, സെൽഫ് റിലയൻസ് മൂവ്മെന്റ്. സ്വയം എന്ത് ചെയ്തു? ചർക്കയും മറ്റും ഇതൊക്കെ ഉപയോഗിച്ച്, ഖാദി, ചർക്കൊക്കെ ഉപയോഗിച്ചിട്ട് സ്വയം സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അനുയായികളെയൊക്കെ എന്ത് ചെയ്തു? പരിശ്രമിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി നൈ തൈലീം എന്ന ടേമിൽ അദ്ദേഹം പുതിയ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് വെച്ചു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അദ്ദേഹം എന്ത് ചെയ്തു? വിമർശിക്കുക ചെയ്തത്. അതിലൂടെ എന്ത് ചെയ്തു? എക്സ്പീരിയൻസ് ലേണിംഗ്, അതുപോലെ ചർക്ക ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെടികൾ ഇതാക്കാനുള്ളതും, അതുപോലെ തന്നെ സെൽഫ് സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ ഒരാൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇതൊക്കെ എന്ത് ചെയ്തു?
ഇതിലൂടെ വിശദീകരിച്ചു. പിന്നെ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പറയുന്നത് വെച്ചാൽ ലോകത്തിലെ എല്ലാ സമ്പന്നരും അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള പണം ഒരു ട്രസ്റ്റ് ആയിട്ട് കണക്കാക്കണം. ആ ട്രസ്റ്റ് ജനങ്ങളുടേതാണ്. അവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വലിയൊരു മുതലാളിയാണ്, എനിക്ക് ആവശ്യമുള്ള ഡെയിലി ആവശ്യത്തിനുള്ള പണം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ കയ്യിലുള്ള ബാക്കി പണം സമൂഹത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കുകയും ആ സമൂഹത്തിന് ആവശ്യമുള്ള സമയത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും വേണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജിയുടെ ഈ ആശയത്തിന് ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഈ മെറ്റീരിയൽ പെർസ്പെക്റ്റീവ് ശരിയല്ല എന്നും ഇദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെർസ്പെക്റ്റീവുകൾ, വിമർശനങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഭൗതികമായിട്ടുള്ള വികസനത്തിന് പ്രാധാന്യം നൽകിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഗാന്ധിജിയുടെ ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ്. ഇനി അടുത്ത് ഡിപ്പെൻഡൻസി തിയറി ഓഫ് അണ്ടർ ഡെവലപ്മെന്റ്. ഡിപ്പെൻഡൻസി തിയറി എന്ന് പറഞ്ഞാൽ ഈ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, വികസിക്കാത്ത രാജ്യങ്ങൾ വികസിക്കുന്ന രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പെരിഫറി കൺട്രീസ്, പുവർ ആയിട്ടുള്ള രാജ്യങ്ങൾ ഉയർന്ന രാജ്യങ്ങളായിട്ടുള്ള റിച്ച് നാഷൻസിൻ്റെ ചൂഷണത്തിന് ഇരയാവുന്നുണ്ട് എന്നാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ സമ്പന്ന രാജ്യങ്ങൾ കയറ്റിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഈ സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ഈ പ്രദേശങ്ങളിൽ തന്നെ വിൽക്കുകയും ചെയ്യും. അതിലൂടെ ഈ പാവപ്പെട്ട രാജ്യങ്ങൾ ദരിദ്രരാവുകയും സമ്പന്ന രാജ്യങ്ങൾ കൂടുതൽ സമ്പന്നരായി മാറുകയും ചെയ്യും എന്നതാണ് ഡിപ്പെൻഡൻസി തിയറി വിശദീകരിക്കുന്നത്. ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കൺട്രിയെ ആശ്രയിച്ച് നിലകൊള്ളുന്നതിനാണ് എന്ത് പറയാം, ഡിപ്പെൻഡൻസി എന്ന് പറയാം. ഓക്കെ, ഒരു രാജ്യത്തിന് പുറത്തുനിന്നുള്ള സ്വാധീനം, ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിലും സാമ്പത്തികവും സംസ്കാരത്തിലൊക്കെ പുറത്തുനിന്ന് ഒരു സ്വാധീനം വരുന്നുണ്ടെങ്കിൽ അതിന് ഡിപ്പെൻഡൻസി എന്ന് പറയും. ഓക്കെ, ഇതിലിവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഈ ഡിപ്പെൻഡൻസി തിയറിയിൽ പ്രധാനപ്പെട്ട പറയുന്ന ഒരു കൺസെപ്റ്റ് സെൻട്രൽ പ്രൊപ്പോസിഷൻ ഇൻ തിയറി അണ്ടർ അൺഡെവലപ്മെന്റ് അല്ല. അതായത് ഉദാഹരണമായിട്ട് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാത്ത ഒരവസ്ഥ എവിടെ ഉണ്ടാവും, ഈ പെരിഫറി കൺട്രിയിൽ ഉണ്ടാവും. ഓരോ രാജ്യത്തും വലിയ സമ്പന്ന രാജ്യങ്ങൾ താഴ്ന്ന രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിലൂടെ താഴ്ന്ന രാജ്യങ്ങളിലെ മൂലധനവും റോ മെറ്റീരിയൽസും ഉയർന്ന സമ്പന്ന രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ താഴ്ന്ന സമ്പന്നരല്ലാത്ത രാജ്യങ്ങൾ എന്ത് ചെയ്യുക, പാവപ്പെട്ടവരായി മാറുക ചെയ്യുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നത്, പിന്നിലേക്ക് തള്ളപ്പെടുക ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരുപാട് വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മുന്നോട്ട് വെച്ചു. അതായത് പാശ്ചാത്യ രീതി എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യുക, സാമൂഹിക ഇൻഡിക്കേറ്റേഴ്സിന് എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രാധാന്യം നൽകുക. വിദ്യാഭ്യാസം, ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻഫാക്ട് മോർട്ടാലിറ്റി, ഇതിനൊക്കെ പ്രാധാന്യം നൽകുക. സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലൂടെയൊക്കെ ഈ ഡിപ്പെൻഡൻസി ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 10ാമത്തെ യൂണിറ്റിലേക്ക് പോവാണ്. ഇത് നമ്മൾ കുറച്ച് ഫാസ്റ്റിലാണ് പോയത്, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല. ഇന്നലെ നമ്മൾ പഠിച്ചത് തിയറി ആയതുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ് ജസ്റ്റ് ഇത് ഓടിച്ച് പറഞ്ഞത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, സാമൂഹികവും മാനസികവുമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, പഴയ കാലത്ത് പറഞ്ഞിരുന്നത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ W റൂസോൻ്റെ ഒരു തിയറി പറഞ്ഞിരുന്നല്ലോ അല്ലേ നേരത്തെ. ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് ഹൈ മാസ് കൺസംഷൻ സൊസൈറ്റിയിലേക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞതാണ്. മാറുന്ന ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞ ഡെവലപ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ സ്ട്രക്ചറൽ ചേഞ്ച് മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയകാല സമൂഹത്തിൽ നിന്ന്, പഴയകാല ലോ പ്രൊഡക്ടിവിറ്റി ഉള്ള കാർഷിക സമൂഹത്തിൽ നിന്ന് വ്യവസായ സമൂഹത്തിലേക്കുള്ള
വളർച്ചയെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഴയ കാലത്തെ ഡെവലപ്മെൻറ്റുകളൊക്കെ പറഞ്ഞത് സാമ്പത്തിക വികസനം മാത്രമാണ് ഡെവലപ്മെൻറ്റ് എന്നാണ്. എന്നാൽ ആധുനിക തിയറികളൊക്കെ പറയുന്നത് സാമ്പത്തിക വികസനം മാത്രമല്ല, സാമൂഹികം, ആരോഗ്യം, വിദ്യാഭ്യാസം, ലൈഫ് എക്സ്പെക്റ്റൻസി, ഇതൊക്കെ എന്താണ് വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിലവിലുള്ള ഒരു പുതിയ പേഴ്സ്പെക്റ്റീവ്, പുതിയൊരു പാരഡൈഗം എന്ത് ചെയ്തിട്ടുണ്ട് ഈ ആധുനിക സമൂഹത്തിൽ 1990 മുന്നോട്ട് വെച്ചു. യുണൈറ്റഡ് നേഷൻ മുന്നോട്ട് വെച്ചു. യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്തു കൊണ്ടുവന്നു. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും എന്ത് ചെയ്യും, ഒരു പഠനം നടക്കുകയും അതിനനുസരിച്ച് ഓരോ രാജ്യത്തിനും ഓരോ റാങ്ക് കൊടുക്കുകയും ചെയ്യും. ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അളക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക എന്ന് പറയുന്നു. ഫസ്റ്റ് ലോങ്കിവിറ്റി എന്ന് പറഞ്ഞാൽ ആയുർദൈർഘ്യം, നോളജ് വിദ്യാഭ്യാസം, ലൈഫ് സ്റ്റാൻഡേർഡ് ജീവിത നിലവാരം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക ഒരാളുടെ എന്ത് പഠിക്കുക, ഒരാളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വിലയിരുത്തുക. അല്ലാതെ സാമ്പത്തിക മേഖല മാത്രമല്ല എന്നാണ് ഇതിലെന്ത് ചെയ്യുന്നത് ഇവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രിറ്റിസിസം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതെന്തല്ല, ഇത് ബ്രോഡായിട്ട് ഇതിൽ ഒരുപാട് എന്തുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കലി കുറേ ഇൻകറക്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇൻഡിവിജ്വൽ ചോയ്സും ഫ്രീഡത്തിനും പ്രാധാന്യം നൽകുന്നില്ല, ഇനിക്വാലിറ്റി പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിൽ ജെൻഡർ ഇഷ്യൂസ് വിശദീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ വിമർശനമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇന്നും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഒരു രാജ്യത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.